അതേപോലെ തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ അമിതമായ ഒരു തീവ്രത അത് ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് ഇയ്യാകും വൽ ഗുലുവ ഫിദ്ദീൻ. ഓ ജനങ്ങളെ, നിങ്ങൾ മതത്തിൽ തീവ്രതയെ, അതിതീവ്രതയെ നിങ്ങൾ ഒഴിവാക്കണം. ഫഇന്നമാ അഹ്ലക മൻ കാന ഖബ്ലകുമുൽ ഗുലുവ ഫിദ്ദീൻ. നിങ്ങളെ പൂർവ്വ സമുദായങ്ങൾ പഴച്ചുപോയത് മതത്തിൽ അള്ളാഹു പറയാത്ത തീവ്രമായ നിലപാടുകൾ അവർ ആവിഷ്കരിച്ചത് കൊണ്ടാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാം പ്രകൃതിയുടെ മതമാണ്. മനുഷ്യന്റെ വൈകാരികമായ ആഗ്രഹങ്ങളെ വ്യവസ്ഥാപിതമായി ശമനം വരുത്താൻ നിക്കാഹ് അള്ളാഹു അനുവദിച്ചു. എന്നാൽ മുൻഗാമികളായ പൂർവ്വ സമുദായത്തിൽപ്പെട്ട ചിലരെന്ത് ചെയ്തു? ആ നിക്കാഹ് വേണ്ടെന്ന് വെച്ച് ബ്രഹ്മചര്യം സ്വീകരിച്ചു. അതിനെക്കുറിച്ച് അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വറഹ്ബാനിയത്തൻ ഇബ്തദഉഹാ. അവർ സ്വയം ഉണ്ടാക്കിയ ഈ റഹ്ബാനിയത്ത് എന്ന് പറയുന്ന ബ്രഹ്മചര്യം, വിവാഹം വേണ്ട എന്ന് പറഞ്ഞ് ചില മതപുരോഹിതന്മാർ അവിവാഹിതരായി കഴിയും.